ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റിസ ഷംസീർ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടോളൂ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് 1K സബ്, അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവശ്യമാണ്. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് വ്യൂസ് കൂടുള്ളൂ. എല്ലാത്തിനും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ആവശ്യമുണ്ടല്ലേ. അപ്പോൾ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടും? സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്തെടുപ്പിക്കണം ഇതുപോലെ, അല്ലെങ്കിൽ അവരെ ഇമ്പ്രസ് ആയാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇമ്പ്രസ് ആവാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്തൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ അവരൊരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. ഞാനാണെങ്കിൽ ചെയ്യില്ല ഒരിക്കലും. അതേപോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ബാനർ. അത്യാവശ്യമായിട്ട് വേണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അത് വേണം ഒരു ലുക്കിന് വേണ്ടി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ലെറ്റ്സ് കം ഫ്രണ്ട്സ്. അപ്പോൾ ചാനൽ ബാനർ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ റിസ ഷംസീർ ഒഫീഷ്യൽ ഡെയിലി വ്ളോഗ്സ് എഴുതിയിരിക്കുന്ന നമ്മുടെ ചാനൽ ബാനർ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമുക്ക് എഡിറ്റിംഗിലേക്ക് പോയാലോ. ലെറ്റ്സ് കം ഓൺ. ഹേ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്സൽ ലാബ്. നമ്മളപ്പോൾ എടുക്കുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ആണ് ഇത്. നമ്മൾ 3 ഡോട്ട് കുത്തിയതിന് ശേഷം നമ്മളതിൽ ഇമേജ് സൈസ് കുത്തിയതിന് ശേഷം നമ്മൾ കസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ യൂട്യൂബ് ചാനൽ ബാനറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് തന്നെ ഒരു പിക്ചർ എടുത്ത് കൊടുക്കാനും പറ്റും. അതിന് നമുക്ക് കളർ തന്നെ കൊടുക്കാനും. അപ്പോൾ ഞാൻ ഇവിടെ കളർ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കളറായി കൊടുക്കാൻ പോകണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കളറായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ടെക്സ്റ്റ് കുത്തിയതിനു ശേഷം നമ്മളവിടെ ഇപ്പോൾ റിസ ഷംസീർ ഒഫീഷ്യൽ എന്ന് കൊടുത്ത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, പക്ഷേ ഇതിൻ്റെ ഒരു എടുപ്പ് വരാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി കൂടെ ഒന്ന് ഒരു ബ്യൂട്ടിഫുൾ ആക്കി കാണിച്ചു തരട്ടെ. അതിൻ്റെ ഫോണ്ട് ഫസ്റ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് എഫക്റ്റും കൂടെ ഇട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പം എങ്ങനെയുണ്ട്? നമ്മൾ എടുത്തതിനെക്കാട്ടി ഇപ്പം നല്ല ഡിഫറെൻ്റ് ആയിട്ടില്ലേ? അതിന് നമ്മൾ ഗാലറിയിൽ പോയിട്ടുണ്ട്, ഒരു ഫോട്ടോ എടുത്തു. നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു അടുത്ത ടെക്സ്റ്റും കൂടെ എഴുതിയിട്ടുണ്ട്. ഡെയിലി വ്ളോഗ് സബ്സ്ക്രൈബ് എന്നൊക്കെ അവൻ എഴുതിയിട്ടുണ്ട്. ഇതിന് നമുക്ക് അതേപോലെ ഒന്ന് ഫോണ്ടൊക്കെ മാറ്റിയെടുത്താലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.